ഹായ് എവരിവൺ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. എന്നും എപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനർജി ലോസ്. നമ്മളെപ്പോഴും പല കാര്യങ്ങളിലേക്ക് ഫോക്കസ്, ആ ഒരു എനർജി ഒരേ ദിശയിലേക്ക് വിടുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും നിരന്തരം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ടിലേക്ക് നമ്മൾ വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലായാലും ഒരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് വരിക. നമ്മുടെ ഈ എനർജി ചോർന്നു പോകുന്ന സാഹചര്യങ്ങൾ പലതരത്തിലുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടുക, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായിട്ട് സമയം ഒരു പാഴ് വർത്തമാനങ്ങളിലേക്ക് ഇടപെടുക, അതിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോവുക, അനാവശ്യമായിട്ട് നമ്മുടെ എനർജിയെ കാർന്നു തിന്നുന്ന സർക്കിളിൽ പോയി പെടുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ലോസ് ആവത്തില്ല. നിങ്ങൾ എനർജി യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും, അതിനുള്ള ഇൻകം നിങ്ങൾക്ക് ലഭിക്കും, അതിനുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നിങ്ങളുടെ എനർജി കാർന്നു തിന്നുന്ന സർക്കിളാണെങ്കിൽ, അത് ഫ്രണ്ട് സർക്കിളാവാം, ഫാമിലി ആകാം, പലതരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കണക്ഷൻ ആവാം, ഇതെല്ലാം നമ്മളെ കൂടുതലായിട്ട് നമ്മുടെ എനർജിയെ കാർന്നു തിന്നുന്ന ഒരു വലയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. സോ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താതിരിക്കുക. എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഒരു എന്തൂസിയാസത്തോടു കൂടി പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ എല്ലാവർക്കും എനർജി ഉണ്ടാവട്ടെ. നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലും നിങ്ങളുടെ ആക്ടിവിറ്റീസിലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ പവർഫുൾ ഡേ ടു എവരിവൺ. താങ്ക് യു സോ മച്ച്.